റേഷൻ ടോക്സിന് അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പറയുമ്പം ജസ്റ്റ് സേമാ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ടിനകത്ത് വളരെ ശക്തമായിട്ടുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ പല സംഭവങ്ങളെയും കുറിച്ചുണ്ട്. ഞാൻ പറയുന്ന ആരുടെയും പേര് അവർ എടുത്തു പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഈ പറയുന്ന അസമയത്ത് പോയി നടികളുടെ വാതിലിൽ ശക്തിയായിട്ട് മുട്ടുക, ഇടിച്ച് തല്ലിപ്പൊളിക്കുന്ന രീതിയിൽ മുട്ടുക, അകത്തേക്ക് ഇടിച്ച് കയറാൻ ശ്രമിക്കുക, അവരെ തെറ്റായിട്ടുള്ള കാര്യത്തിന് വേണ്ടി പ്രേരിപ്പിക്കുക, സിനിമാ മേഖലയിൽ വരുമ്പോൾ അവർക്ക് നിലനിൽക്കാൻ വേണ്ടിയിട്ട് കുറേ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തണം എന്നുള്ള രീതിയിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അങ്ങനെ എല്ലാ രീതിയിലും ഈ സിനിമാ രംഗത്തുള്ള ഏറ്റവും മോശമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിൽ എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ നിർഭാഗ്യവശാൽ ഈ പറയുന്ന കണക്ക് കുറ്റാരോപിതർ എന്ന് പറയുന്ന ആരുടെയും പേര് എഴുതിയിട്ടില്ല. അതുകൊണ്ട് മാത്രം പലരും ഇപ്പോഴും സേഫായിട്ട് നിൽക്കുന്നുണ്ട്. കാര്യം നമുക്കറിയാം, ഇപ്പോൾ ഒരു FIR ഇട്ടാൽ തന്നെ പോലീസ് സ്റ്റേഷനിൽ ഒരു ഈ പറഞ്ഞ കണക്ക് ഒന്നിലൊരു മൊഴി കൊടുത്ത ആൾ വേണം, അല്ലെങ്കിൽ ഒരു കുറ്റാരോപിതം വേണം. രണ്ടുമില്ലാതെ ഒരു കേസുമായിട്ട് മുന്നോട്ട് എത്രമാത്രം പോകാൻ പറ്റുമെന്ന് അറിയാത്ത ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അന്വേഷണങ്ങൾ ഉണ്ടാവണം, ഇതിനകത്തൊരു മാറ്റങ്ങൾ വരണം. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞു വരുന്നത് ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളിൽ ഈ മമ്മൂക്കയുടെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും സന്തോഷകരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിപ്പോർട്ടിൽ ആരുടെയൊക്കെ പേര് വന്നാലും, ആരുടെ പേര് വരും ഇല്ലെന്നൊന്നും നമ്മൾ പറയുന്നില്ല, അത് നമ്മൾ ആരെയും അവിടെ സങ്കല്പിച്ച് കൂട്ടുന്നുമില്ല. പക്ഷെ മമ്മൂക്കയുടെ പേര് ഒരിക്കലും ഈ റിപ്പോർട്ടിൻ്റെ ഒരു ഭാഗത്തും മോശമായിട്ടുള്ള രീതിയിൽ ഉണ്ടാകില്ല എന്ന് ഓരോ മമ്മൂക്ക ആരാധകനും അറിയാം. കാര്യം ഈ കാലം ഇത്രയും അദ്ദേഹം ആ ഒരു കാര്യത്തിൽ പാലിച്ചു വെച്ചിരിക്കുന്ന മര്യാദ, അല്ലെങ്കിൽ ഒരു സ്ത്രീകളോട്, ഇപ്പം നമുക്കറിയാം മാമാങ്കം എന്ന് പറയുന്ന സിനിമയുടെ ഒരു ലൊക്കേഷനിൽ വെച്ചിട്ട് പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അടുത്തിരുന്ന നായിക നടിയുടെ കാലിൽ അറിയാതെ ഒന്ന് തട്ടിയെന്ന് അദ്ദേഹം വിചാരിച്ചപ്പോൾ അദ്ദേഹം പെട്ടെന്ന് അവരുടെ കാലിൽ ഒന്ന് തൊട്ടു തൊഴുതത്, അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കാര്യം എത്രമാത്രം ആദരവോടുകൂടിയാണ് ഒരു സ്ത്രീയുടെ അടുത്ത് പെരുമാറണമെന്ന് ഇതുപോലെ അറിയാവുന്ന മറ്റൊരു മനുഷ്യൻ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. ഇല്ലെന്നല്ല, ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമുക്കറിയാം, ഇപ്പം തമിഴ് മാധ്യമങ്ങൾ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം തമിഴ് സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയ കാലത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് കുറേ കാലം പിന്നിട്ട് വന്ന സമയത്ത് അദ്ദേഹം മലയാളത്തിൻ്റെ സൂപ്പർ സ്റ്റാറാണ്, മെഗാസ്റ്റാറാണ് ഒക്കെയാണ്. പക്ഷേ എന്നാലും അവർ അദ്ദേഹത്തിനെ വിശേഷിപ്പിക്കാൻ ആ കാലത്ത് ഉപയോഗിച്ചത് ജെന്റിൽമാൻ ഹീറോ എന്നാണ്. കാര്യം അവർ നോക്കുമ്പം അവരുടെ ഭാഷയിലായാലും അല്ലെങ്കിൽ പുറത്തൊരു ഭാഷയിൽ നിന്ന് വന്ന് അവിടെ അഭിനയിക്കുന്ന നടന്മാരുടെ കൂട്ടത്തിൽ ഇത്രയും മാന്യമായിട്ടും മര്യാദയ്ക്കും ലൊക്കേഷനിലായാലും പ്രത്യേകിച്ച് സ്ത്രീകളോടൊക്കെ പെരുമാറുന്ന ഒരു നായകനെ അവർ ആ സമയത്ത് കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് അവർ മമ്മൂക്കയ്ക്ക് ജെന്റിൽമാൻ ഹീറോ എന്നുള്ള വിശേഷങ്ങൾ, എനിക്ക് തോന്നുന്നു ആ കാലത്തിൻ്റെ ഒരു കുറേ വർഷങ്ങൾക്ക് പിന്നിലോട്ടുള്ള വെള്ളി നക്ഷത്രം, നാനാ, ചിത്രഭൂമിയൊക്കെ സ്ഥിരമായിട്ട് വായിക്കുന്നവർക്കറിയാം. എനിക്ക് തോന്നുന്നു ഈ ചാനലുകളൊന്നും, ഇപ്പോഴത്തെ ചാനലുകളൊന്നും അത്രയും സജീവമായിട്ടില്ല. അത് എനിക്ക് തോന്നുന്നു ഒരു 93, 94 അല്ലെങ്കിൽ 95 കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു ഇപ്പോഴത്തെ നമ്മൾ കാണുന്ന ഈ സ്വകാര്യ ലോക്കൽ ചാനൽ ഞാൻ ഉദ്ദേശിച്ച സ്വകാര്യ ചാനലുകളൊക്കെ വരാൻ തുടങ്ങിയിട്ട്. അതിന് മുമ്പ് നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുസ്തകങ്ങളാണ്. അപ്പോൾ ആ കാലത്തൊക്കെ മമ്മൂക്കയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം. കാര്യം അത്രയും ഒരു ബഹുമാനം. പിന്നെ അതിനുശേഷം നമുക്കറിയാം, ഇപ്പം മലയാളത്തിൽ തന്നെ മമ്മൂക്കയും മറ്റൊരാളെയും കൂടെ, അത് ഞാൻ പറയുന്നില്ല, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല. മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെ നമ്മുടെ മാതൃകാ പുരുഷോത്തമനെന്ന് നമ്മൾ കരുതുന്ന, പ്രത്യേകിച്ച് ഹൈന്ദവർ കരുതുന്ന ശ്രീരാമനോടാണ് മമ്മൂക്കയെ ഉപമിച്ചത്. ആ കാര്യം മറ്റൊരു നടനോട് ചോദിക്കുകയും ചെയ്തു. മമ്മൂക്കയെ ശ്രീരാമനോടും മറ്റ് ഒരാളെ വേറൊരു രീതിയിൽ ഉപമിച്ചതിനെ കുറിച്ച് ചോദിച്ചപ്പം അദ്ദേഹം അതിന് മറുപടിയും പറഞ്ഞു. മനോരമയുടെ എനിക്കൊന്ന് ജോണി ലൂക്കോസ് ഇൻ്റർവ്യൂ ചെയ്ത ഏതോ ഒരു പ്രോഗ്രാമിലായിരുന്നത്. അപ്പം മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ കണക്ക് മാതൃക പുരുഷോത്തമനെ ശ്രീരാമനോട് അദ്ദേഹത്തിനെ ഉപമിക്കുന്നതെന്ന് പറയുമ്പം എല്ലാ രീതിയിലും ഇത്രയും എന്താണ് പറയുന്നത്, സമൂഹത്തിൽ ഒരാളോട് എങ്ങനെ പെരുമാറണം എന്ന് മമ്മൂക്കയ്ക്ക് നന്നായിട്ട് അറിയാം. പ്രത്യേകിച്ച് സ്ത്രീകളോട് എത്രയും ആദരവോടുകൂടി. ഇപ്പം മമ്മൂക്കയുടെ തുടക്കകാലത്ത് തന്നെ നമുക്കറിയാം, അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ആദ്യകാലത്ത് വളരെ ഇഴുകിച്ചേർന്ന് അഭിനയിക്കേണ്ടുന്ന ചില സീനുകളിൽ അദ്ദേഹത്തിന് സിനിമയിൽ അഭിനയിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. എങ്കിൽ അത്തരത്തിലുള്ള സീനുകൾ അഭിനയിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ട്, ഇപ്പോൾ IV ശശിയെ പോലുള്ള ഡയറക്ടർമാർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ആ കാലത്ത് അത്തരത്തിലുള്ള സീനുകൾ വളരെ ക്ഷമാപൂർവ്വം നിന്നിട്ടാണ് മമ്മൂക്ക കൊണ്ട് ചെയ്തെടുപ്പിച്ചത്. കാര്യം മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം മമ്മൂക്കയ്ക്ക് താല്പര്യമില്ല അങ്ങനെ ഒരു മറ്റ് സ്ത്രീകളുടെ ആരുടെടുത്തെങ്കിലും കൂടുതൽ അടുപ്പമുള്ള രീതിയിലുള്ള ഭാഗങ്ങൾ അഭിനയിക്കാൻ വേണ്ടിയിട്ട്. ഇന്നും ഈ പറഞ്ഞ കണക്ക് സിനിമാ മേഖലയിലുള്ള പലരും, ഇന്നലെ തന്നെ ഞാൻ നോക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ, പ്രത്യേകിച്ച് ഈ നമ്മൾ വളരെ ശക്തമായിട്ട് വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ പ്രതികരിക്കുന്ന പല ആൾക്കാരുടെ ഇന്നലെ വീഡിയോ കണ്ട്. അപ്പം അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു നടനോട് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാര്യം ചോദിച്ചപ്പം അദ്ദേഹം പറഞ്ഞ രീതിയും അത് മമ്മൂക്കയായിരുന്നെങ്കിൽ ഒരിക്കലും ഒരു അവതാരകൻ മമ്മൂക്കയുടെ അടുത്ത് അത്തരത്തിലുള്ള ഒരു കാര്യം ചോദിക്കാൻ ധൈര്യപ്പെടത്തില്ലായിരുന്നെന്നാണ് അവതാരകൻ പറഞ്ഞത്. കാര്യം മമ്മൂക്കയുടെ സംബന്ധിച്ച് അദ്ദേഹം അത്തരത്തിലുള്ളൊരു ചോദ്യം കേട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതെന്ന് പോലും പറയാൻ പറ്റത്തില്ല. കാര്യം ഈ ഒരുപാട് സ്ത്രീകളുമായിട്ടുള്ള കാര്യത്തിനെക്കുറിച്ചുള്ളൊരു ചോദ്യമായിരുന്നു. അത്തരത്തിലുള്ള സ്ത്രീകളുമായിട്ടുള്ള കാര്യത്തിന് അതിൻ്റെ പേരിലൊരു ആഘോഷം സംഘടിപ്പിച്ചു എന്നൊക്കെ ഉള്ളൊരു ചോദ്യം ഒരു നടനോട് ചോദിച്ചപ്പോഴാണ് ആ നടൻ അതിനെ വളരെ ലാഘവത്തോടുകൂടി കണ്ടു. അപ്പം ഈ പറയുന്ന ആൾ പറയുന്നത്, അതായത് ഇന്നലെ ഞാൻ കണ്ട ആൾ പറയുന്നത്, ആ സ്ഥാനത്ത് മമ്മൂക്കയായിരുന്നെങ്കിൽ മമ്മൂക്കയെടുത്ത് ഒരിക്കലും ഈ പറഞ്ഞ കണക്ക് ആ അവതാരകൻ അങ്ങനെ ചോദിക്കില്ലായിരുന്നു. കാര്യം മമ്മൂക്ക വളരെ ഇതായിട്ടായിരിക്കും റിയാക്ട് ചെയ്യുന്നത്. കാര്യം അത്രയും ഈ പറഞ്ഞ കണക്ക് എത്രത്തോളം മാന്യത സമൂഹത്തോടും സ്ത്രീകളോടും പുലർത്താം അത്രത്തോളം പുലർത്തുന്ന മമ്മൂക്ക. അതുകൊണ്ട്
തീർച്ചയായിട്ടും മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലുമൊക്കെ അസൂയലുകൾ അല്ലെങ്കിൽ മമ്മൂക്കയെ എന്തെങ്കിലും കുത്തി നോവിക്കണമെന്ന് വിചാരിക്കുന്ന ആൾക്കാർ അവിടെ ഇവിടെ ഒറ്റപ്പെട്ട രീതിയിലുള്ള ചില ശബ്ദങ്ങൾ ചിലപ്പോൾ പുറപ്പെടുവിച്ചിരിക്കാം. പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ലെന്ന് മാത്രമല്ല, മമ്മൂക്ക ഫാൻസിനും മമ്മൂക്കയ്ക്കും അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും സന്തോഷിക്കാം. ഒരിക്കലും ഒരു തരത്തിലുള്ള ചീത്തപ്പേരുകളിലോ അല്ലെങ്കിൽ മോശം കാര്യങ്ങളിലോ ഉണ്ടാകില്ല എന്ന് നമുക്ക് 100% ഉറപ്പുള്ള ഒരു പേരാണ് മമ്മൂക്ക എന്ന് പറയുന്നത്. താങ്ക് യു.